കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ 2026 ഫെബ്രുവരി മാസത്തെ കേഡറ്റിന്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് കുട്ടികൾ ആ കേഡറ്റിൽ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. എന്നാൽ കുറച്ച് കുട്ടികൾക്ക് 1-2 മാർക്കിനൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ പോയവർക്ക് അടുത്ത കേഡറ്റ് എങ്ങനെ ഈസി ആയിട്ട് നേടാം എന്നുള്ളതാണ് ഈ വീഡിയോയിലുള്ള കുറച്ച് ടിപ്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അതേപോലെ തന്നെ സർവീസ് കേഡറ്റ് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ചാൻസ് ആണ്, മിസ്സാക്കേണ്ട. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കേഡറ്റ് നേടാൻ വേണ്ടി സാധിക്കും. അതെന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് PYQ, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ഒന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കാര്യം നിങ്ങളോട് ഫസ്റ്റ് തന്നെ പറയാനുള്ളത്. അതൊരു 1-2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ചുമ്മാ വായിച്ചു നോക്കി അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കലല്ല. ഒരു 5 മുതൽ 10 വർഷത്തോളം ബാക്കോട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. പ്രത്യേകിച്ച് അതിലെ സൈക്കോളജി ഒക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവും. കാരണം എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. എന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻ എടുക്കുക, അതിൻ്റെ ആൻസർ നോക്കുക. അത് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ബാക്കി ഓപ്ഷനുകൾ ഉണ്ടാവുമല്ലോ, ആ ബാക്കി ഓപ്ഷന് എന്തുമായി ബന്ധപ്പെട്ടതാണ് എന്നും കൂടെ പഠിക്കുക. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇത് എവിടെ നിന്നാണ്, ഇതെങ്ങനെയാണ്, ഇതുമായിട്ട് എങ്ങനെയാണ് ബന്ധം എന്നുള്ള ഒരു ഏകദേശ ഐഡിയ നമുക്ക് ഇത്തരത്തിലുള്ള ഈ PYQ ചെയ്ത് പഠിക്കുന്നതിലൂടെ നമുക്ക് കിട്ടും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് PYQ. അതിൻ്റെ ആൻസർ മാത്രം കണ്ടുപിടിച്ചാൽ പോരാ, ഓപ്ഷനും കൂടെ കണ്ടുപിടിച്ച് അതിൽ വരുന്ന കാര്യങ്ങളും കൂടെ എന്ത് ചെയ്യുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എല്ലാം പഠിക്കണം. എന്നാൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ സബ്ജക്റ്റിനായിരിക്കണം. അതായത് ഇപ്പോൾ സോഷ്യൽ സയൻസ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ സോഷ്യൽ സയൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കുക. ഇപ്പോൾ സൈക്കോളജി നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണോ, നിങ്ങൾ വലിയ രീതിയിൽ പഠിക്കേണ്ട. ഇംഗ്ലീഷ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണോ, നിങ്ങൾ വലിയ രീതിയിൽ പഠിക്കേണ്ട. നിങ്ങൾക്ക് കിട്ടാവുന്ന സമയം മാക്സിമം എന്ത് ചെയ്യാം, നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ സിലബസ് വെച്ച് അത് കവർ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ കൂടുതൽ മാർക്ക് സബ്ജക്റ്റിന് വാങ്ങാൻ ശ്രമിച്ചാൽ തന്നെ പിന്നെ ഒരു 10-20 മാർക്ക്, ഒരു 30 മാർക്ക് മതിയാവും നമുക്ക് മറ്റ് വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ. അപ്പോൾ കൂടുതൽ പ്രാധാന്യം നിങ്ങളുടെ സബ്ജക്റ്റിന് കൊടുക്കുക. സബ്ജക്റ്റ് സിലബസ് കവർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. എന്നിട്ട് ബാക്കിയുള്ള സമയം സൈക്കോളജിയും മറ്റ് ലാംഗ്വേജ് വിഷയങ്ങൾക്കും കൊടുക്കുക. അടുത്തതായിട്ട് നിങ്ങൾ SCERT ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ജസ്റ്റ് വായിച്ചാൽ മതി, ആ ടെക്സ്റ്റ് ബുക്ക് ഇരുന്ന് പഠിക്കണം എന്നല്ല പറയുന്നത്. ഇപ്പോൾ ഏത് കാറ്റഗറിയാണ് നിങ്ങൾ എഴുതുന്നത് അതിനനുസരിച്ചുള്ള ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്കുകൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും നിങ്ങൾ വായിച്ചിരിക്കണം. എന്തൊക്കെയാണ് അതിൽ വരുന്ന ടോപ്പിക്കുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് വായിക്കുക. ഇപ്പോൾ ഈ കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ നമുക്ക് അധികം സമയമൊന്നും വേണ്ട, വളരെ കുറച്ച് സമയം മതി. അപ്പോൾ അങ്ങനെ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സബ്ജക്റ്റിനെ കുറിച്ചും അതിൻ്റെ ലെവലിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യും, ഏകദേശം ഒരു ധാരണ കിട്ടും. കോച്ചിങ്ങിന് പോയാലേ കേട്ടിട്ട് നേടാൻ സാധിക്കുള്ളൂ എന്നൊന്നുമില്ല. നിങ്ങൾക്ക് സെൽഫായിട്ട് പഠിക്കാം. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബിനകത്ത് ഒത്തിരി ജെന്യുവിൻ ചാനലുകളുണ്ട്. ആ ചാനലുകളൊക്കെ ഫോളോ ചെയ്തുകൊണ്ടാണ് എനിക്ക് കേട്ടിട്ട് കിട്ടിയത്. അല്ലാതെ ഞാനൊരു പുസ്തകം വാങ്ങിയിട്ട് ഇരുന്ന് പഠിച്ചിട്ടില്ല. ആ ചാനലുകളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. അതിൽ വരുന്ന PYQകൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ വരുന്ന ചില ടോപ്പിക്ക് എനിക്ക് അറിയാത്ത, പ്രത്യേകിച്ച് സൈക്കോളജിയൊക്കെ ഞാൻ അത് കേട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ കേട്ടിട്ട് നേടിയിട്ടുള്ളത്. അപ്പോൾ ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. ഇപ്പോൾ ചില ആളുകളൊക്കെ പറയും കേട്ടിട്ട് ഇതിന് മാത്രം പഠിക്കാനുണ്ടോ, ചുമ്മാ പോയി കേട്ടിട്ട് എഴുതിയാൽ കിട്ടാവുന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഒരേ ഒരു ലെവലല്ല ഈ പഠിക്കാനുള്ള കഴിവെന്ന് പറയുന്നത്. ചില ആളുകൾക്കൊക്കെ വെറുതെ പോയി എഴുതിയാലും കേട്ടിട്ട് കിട്ടും. പക്ഷെ എന്തായാലും എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ കുറച്ചെങ്കിലും ഇരുന്ന് നോക്കിയാൽ മാത്രമേ കിട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ. 1-2 മാർക്കിന് പോയവരുണ്ട്, നല്ല വ്യത്യാസത്തിൽ കേട്ടിട്ട് പോയവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവരൊന്നും നിരാശ ആവണ്ട. ഞാൻ ഈ പറയുന്ന മെത്തേഡൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. ഇനി നോട്ടിഫിക്കേഷൻ വരാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട. നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഈ പറയുന്ന PYQ ഒക്കെ എടുത്തൊന്ന് വർക്കൗട്ട് ചെയ്യുക. അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇനി വരുന്ന കേട്ടിട്ട് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്.